നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ പലപ്പോഴും അനിഷ്ടാവസ്ഥകൾ വന്നു ഭവിക്കുവാനും ശസ്ത്രക്രിയ വേണ്ടി വരുവാനും ഈ വർഷത്തിൽ 2016 ആണ്ടിലെ വിഷുഫലമായി പറയുന്നു. ഈ മേടമാസം 1-ാം തീയതി മുതൽ, അതായത് 2016 ആണ്ട് ഏപ്രിൽ 14-ാം തീയതി മുതൽ ഒരു വർഷത്തേക്ക് വിഷുഫലമായതിൽ അത്തം നക്ഷത്രത്തിലെ ഒരു വർഷത്തേക്ക് വളരെയധികം അനിഷ്ടാവസ്ഥകളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരുന്നതിനാൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും എല്ലാ കാര്യങ്ങളിലും വേണം. അതിലുപരി ഈശ്വര പ്രാർത്ഥനകൾ നിർബന്ധമായിട്ട് നടത്തേണ്ടതുമാണ്. പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ട് ഉദ്യോഗം ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി വന്നു ചേരുവാനിടയുണ്ട്. ഈ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോടനുബന്ധമായും വ്യാപാര വിപണന വിതരണ മേഖലകളോടനുബന്ധമായും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അബദ്ധമായി തീരുവാനിടയുള്ളതിനാൽ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവൃത്തി മണ്ഡലങ്ങൾ യാതൊരു കാരണവശാലും അരുതാത്തതാണ്. എന്നാൽ അനുവർത്തിച്ചു വന്നിരുന്ന കാര്യങ്ങളെല്ലാം ഏറെക്കുറെ അത് കൊണ്ടു നടക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുമെങ്കിലും ഒരു പക്ഷേ പണച്ചെലവ് അധികം അനുഭവപ്പെടുവാനാണ് യോഗത്തെ കാണുന്നത്. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് പലപ്പോഴും പദ്ധതി സമർപ്പണം, ശാസ്ത്ര പരീക്ഷണങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ ഈ വർഷത്തിൽ ആഗസ്റ്റ് മാസം വരെ ഒരു കാര്യങ്ങൾക്ക് നന്നല്ലാത്തതാണ്. എന്നാൽ ആഗസ്റ്റ് മാസം മുതൽ ഏറെക്കുറെ ജീവിതത്തിന് വഴിയുണ്ടാകുന്ന വിധത്തിലുള്ള ഉപാധികൾ വന്നു ചേരുന്നത് മനസ്സമാധാനത്തിന് ഏറെക്കുറെ വഴിയൊരുക്കും. എന്നാൽ പലപ്പോഴും പരസഹായം വേണ്ടി വരുവാനിടയുണ്ട്. നിർദ്ദേശിക്കുന്നതും ഉപദേശിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അഥവാ അനുവർത്തിക്കുന്ന കാര്യങ്ങൾ സ്വന്തം നിലയിൽ നേട്ടമില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരുവാനാണ് യോഗത്തെ സൂചിപ്പിക്കുന്നത്. നമസ്കാരം.